ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസീസ് ഹോം മെയ്ഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദിൽകുഷാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള കോക്കനട്ട് ബണ്ണാണ്. അപ്പോൾ ഇനി ആരും കടയിൽ നിന്നൊന്നും വാങ്ങാൻ നിൽക്കണ്ട. നമുക്ക് അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിലും സോഫ്റ്റ്നെസ്സോടും കൂടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് കോക്കനട്ട് ബണ്ണ് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ഗ്രാമിൻ്റെ കപ്പിൽ മെഷർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് സെപ്പറേറ്റ് ചെറിയ ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ആക്റ്റീവ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഈസ്റ്റ് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഈസ്റ്റിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, സാധാരണ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ്. ഇനി ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിന് പകരം വേണമെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമായാലും എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 3/4 ഭാഗമൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് നമുക്കിത് മാവ് കുഴച്ച് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 മുട്ട അടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ മുട്ട ചേർത്തത് 1 മുട്ട മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. മുട്ട അടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഈ ബ്രെഡിന് മുകളിലായിട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കോക്കനട്ട് ബണ്ണിനുള്ള മാവൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡാക്കിയിട്ട് കുഴക്കരുത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നനവ് കൂടുതലുള്ള പോലെ തോന്നും, പക്ഷേ കുഴപ്പമില്ല. അത് നന്നായി കുഴച്ചെടുത്ത് കഴിയുമ്പോൾ മാവ് നന്നായി സോഫ്റ്റായി കിട്ടും. ഇനി ഈ മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട. ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയാലും കുഴപ്പമില്ല. ഇനി ഈ മാവ് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇനി ഞാൻ ഈ പാല് ഇതിലേക്ക് ഒഴിക്കണില്ല കേട്ടോ. ഞാൻ 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിലിപ്പോൾ 3/4 കപ്പ് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ബാക്കി ഉള്ള പാല് നമുക്കിനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ മാവ് കുഴച്ചെടുക്കാനുള്ള പാകത്തിന് ഒരു നനവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ബണ്ണിനുള്ള മാവ് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ നനവ് കൂടുതലുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് പാലും 2 കപ്പ് മൈദയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഴച്ചെടുക്കാനുള്ള ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ബണ്ണിനുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു 1.5-2 മണിക്കൂർ നേരത്തേക്ക് മൂടി വെക്കണം, എന്നാലേ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. തണുപ്പ് കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്തുനിന്ന് വരാം. അപ്പോൾ ഇത് മൂടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഈ മാവിൻ്റെ മുകൾ ഭാഗം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ കോക്കനട്ട് ബണ്ണിനുള്ള മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പൊങ്ങി വരുന്ന നേരം കൊണ്ട് നമുക്കതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത തേങ്ങ ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മുറി അങ്ങനെ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ചെറിയൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരുപാട് മധുരമൊന്നും ഈ ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ ബ്രെഡ് മൊത്തത്തിൽ ചിലപ്പോൾ നനഞ്ഞു പോവും. അതുകൊണ്ട് ഒരുപാട് മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ എങ്ങാനും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ മാവ് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കുഴച്ച് വെക്കുന്ന സമയത്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നതിന് മുമ്പേ തന്നെ ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കി വെക്കണം. കാരണം നമ്മൾ മാവ് നേരെ പരത്തി കഴിഞ്ഞാൽ നേരിട്ട് ഈ ട്രേയിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രേ ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ട്രേയുടെ അടിഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ട് മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിനകത്തെ എയർ ബബിൾസൊക്കെ പോകുന്ന നിലയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ മാവ് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ മാവ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ പരത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അതുപോലെ നമ്മളിത് പരത്തുമ്പോൾ ആദ്യമേ തന്നെ ഈ മാവ് 2 ഭാഗമായിട്ട് മുറിച്ചെടുക്കണം. ഒന്ന് നമ്മൾ കോക്കനട്ട് ബൺ ഉണ്ടാക്കുമ്പോൾ അതിൽ അടിയിലായിട്ട് വെക്കുന്ന ഒരു ബേസ് ലെയറും അതുപോലെ തന്നെ ടോപ്പ് ലെയറും. അതുപോലെ നമ്മൾ മാവ് മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരു പീസ് മറ്റേതിനേക്കാൾ കുറച്ചും കൂടി വലുതായിരിക്കണം. കാരണം നമ്മൾ ടോപ്പ് ലെയറിൽ വെച്ച് കൊടുക്കുന്ന മാവ് കുറച്ച് തിക്കായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ബേസ് ലെയറുമായിട്ട് അതൊന്ന് കണക്ട് ചെയ്യാനുള്ള വലിപ്പവും വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മാവ് 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ ഈ ചെറിയ പീസ് നമ്മൾ ബേസ് ലെയറായിട്ടും ഇത് നമ്മൾ ടോപ്പ് ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇനി ബേസ് ലെയർ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കൊന്നും വേണ്ട, ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി റോളർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് പരത്തിയെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ കോക്കനട്ട് ബണ്ണിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനുള്ള ഇപ്പോൾ ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് എക്സസ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ വെച്ച് കൊടുക്കണം. അതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഈ അറ്റത്തേക്ക് ആക്കി വെക്കേണ്ട. അപ്പോൾ നമുക്ക് ടോപ്പ് ലെയർ വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അറ്റത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫില്ലിങ് മുഴുവൻ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്കുള്ള ടോപ്പ് ലെയർ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിത് ഓൾറെഡി പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ താഴെ വെച്ചിട്ടുണ്ടായിരുന്ന ലെയറിനേക്കാൾ കുറച്ചും കൂടി കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ മുകളിലത്തെ ലെയറും കൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴത്തെ ലെയറുമായിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കോക്കനട്ടിൻ്റെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ അങ്ങനെ വെച്ചിട്ട് ഈ സൈഡിലൊക്കെ നന്നപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ അടിയിലെ ലെയറും മുകളിലത്തെ ലെയറും കൂടി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു 15 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് മൂടി വയ്ക്കണം. അപ്പോഴേക്കും ഇത് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഒന്നുകിൽ നനച്ച് പിഴിഞ്ഞ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തെ ലെയറുമ്പോൾ തട്ടാത്ത നിലയ്ക്ക് കുറച്ച് ഹൈറ്റുള്ള പാത്രം കൊണ്ട് മൂടി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഈ മാവിൻ്റെ മുകൾ ഭാഗം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളതിനേക്കാളും കുറച്ചും കൂടി മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ മുട്ട അടിച്ചത് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ മുട്ടയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഇതിൻ്റെ മുകൾ ഭാഗത്തായി കിട്ടും. അപ്പോൾ നമുക്കിനി ഈ കോക്കനട്ട് ബൺ ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതൊരു 10 മിനിറ്റ് നേരത്തേക്ക് 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ കോക്കനട്ട് ബണ്ണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 15 മിനിറ്റ് ടൈമാണ് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ബണ്ണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ബേക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 13 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ബേക്ക് ചെയ്ത ഉടനെ തന്നെ ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പേ തന്നെ മുകൾ ഭാഗത്തായിട്ട് ബട്ടർ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെയുള്ള ബ്രെഡ് ഐറ്റംസൊക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത ഉടനെ തന്നെ മുകൾ ഭാഗത്ത് ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതത്രയ്ക്ക് കട്ടിയായി വരില്ല, നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ഓവനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബേക്കിംഗ് ട്രേയോ ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാറില്ലേ ഓവനില്ലാതെ,
ഞാൻ ഇതിന് മുമ്പത്തെ ഒട്ടുമിക്ക കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലും ഞാൻ ഓവൻ ഇല്ലാത്ത മെത്തേഡാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഈ കോക്കനട്ട് ബണ്ണും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഇതുപോലത്തെ ബേക്കിംഗ് ട്രേ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്റ്റീൽ കിണ്ണത്തിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയും ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പ്ലീസ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.